ഇടുക്കി കളക്ടറേറ്റ് പ്രവർത്തിക്കുന്ന 3 നില കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നു. ജീവനക്കാരും പൊതുജനങ്ങളും തലനാരിഴക്കാണ് രക്ഷപ്പെടുന്നത്. അപകടാവസ്ഥയിലായ 2ാം നിലയിലെ ശൌചാലയം അടച്ചുപൂട്ടി. ഓഫീസുകൾക്കകത്ത് കോൺക്രീറ്റ് പാളികൾ പൊടിഞ്ഞു ചാടുകയാണ്. മുകൾ ഭാഗത്തെ ഭിത്തികൾ വെള്ളമിറങ്ങി കുതിർന്ന അവസ്ഥയിലാണ്. 50 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന് പകരം പുതിയ കെട്ടിടത്തിന്റെ പ്രപ്പോസൽ ഉടൻ സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. രാഹുൽ സുരേഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. രാഹുൽ, ഒരു അപകടം സംഭവിച്ചിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. അതിനു മുൻപ് തന്നെ വേണ്ട നടപടികൾ എടുക്കുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു നീക്കം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീർപ്പാക്കുമോ? ശ്രുതി, ഓരോ ജില്ലയിലെയും ദുരന്ത നിവാരണ വിഭാഗം പ്രവർത്തിക്കുന്നത് ജില്ലാ കളക്ടറേറ്റുകളിലാണ്. പക്ഷേ ഇടുക്കി ജില്ലയുടെ ദുരന്ത നിവാരണ വിഭാഗം പ്രവർത്തിക്കുന്ന അതേ ജില്ലാ കളക്ടറേറ്റിൽ തന്നെയാണ് അപകടാവസ്ഥ നിലനിൽക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഏതാണ്ട് 50 വർഷത്തോളം പഴക്കമുണ്ട് ഇടുക്കി ജില്ലാ കളക്ടറേറ്റ് പ്രവർത്തിക്കുന്ന ഈ 3 നില കെട്ടിടത്തിന്. ഇന്നലെ നമ്മൾ ഈ റവന്യൂ മന്ത്രിയുടെ പ്രസ് മീറ്റുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ പോയപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമ്മളെ നേരിട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. നമ്മളൊന്ന് ചുറ്റുപാട് നോക്കിയപ്പോൾ തന്നെ നിരവധി ഈ കോൺക്രീറ്റ് പാളികളാണ് അടർന്നു വീഴുന്ന നിലയിൽ, അടർന്നു വീഴാറാവുന്ന നിലയിൽ അവിടെ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നത്. അതിൽ 2ാമത്തെ നിലയിലെ ശൗചാലയം പൂർണ്ണമായി തന്നെ പൂട്ടുകയും അവിടെ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയുണ്ട്, അപകട സാഹചര്യമുണ്ട്, അതുകൊണ്ട് ഈ ശൗചാലയം പ്രവർത്തിക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ കോൺക്രീറ്റ് പാളി മുകൾ ഭാഗത്തു നിന്നും അടർന്ന് താഴേക്ക് വീണിരുന്നു എന്നാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരും ജീവനക്കാരും പറയുന്നത്. അതിൽ നിന്നെല്ലാം അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും പല ആവശ്യങ്ങൾക്കായി എത്തിയിരുന്ന പൊതുജനങ്ങളും തലനാരിഴക്കാണ് രക്ഷപ്പെടുകയും ചെയ്തത്. അതുകൂടാതെ ഓരോ ഓഫീസ് മുറികൾക്കുള്ളിലും നിരവധി ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മുകളിലേക്ക് മുകൾ ഭാഗത്തു നിന്നും ഈ സിമെന്റ് പാളികൾ അല്ലെങ്കിൽ സിമെന്റിന്റെ ഭാഗങ്ങൾ പൊടിഞ്ഞു വീഴുന്ന എന്ന പരാതി കൂടിയുണ്ട്. ഇങ്ങനെ പരാതി പറയുമ്പോൾ വൈറ്റ് സിമെന്റ് അടിച്ചുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നു എന്നാണ് അവരുടെ പരാതി. ഈ വിഷയം നമ്മൾ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ച് പുതിയ കെട്ടിടത്തിന്റെ പ്രപ്പോസൽ ഉടൻ തന്നെ സംസ്ഥാന സർക്കാരിലേക്ക് സമർപ്പിക്കും. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രപ്പോസലിന് അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ പുതിയ കെട്ടിടവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും കടക്കുമെന്നാണ് പറയുന്നത്. ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു അപകടത്തിന് കാത്തു നിൽക്കാതെ ആ നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കണം എന്നതാണ് നമുക്കും ആവശ്യപ്പെടുവാനുള്ളത്. ശ്രുതി, തീർച്ചയായിട്ടും എന്തായാലും കൃത്യമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകട്ടെ ഇതിലെന്ന് പ്രതീക്ഷിക്കാം. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.